വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ലോഗോസ് ക്വിസ്. എളിയ തോതിലായിരുന്ന ആരംഭം. പക്ഷെ സാവധാനത്തില് ക്വിസിന്റെ വളർച്ച വളരെ അത്ഭുതാവഹമായിരുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വർഷം ഏതാണ്ട് 5,70,000 ആളുകൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ലോഗോസ് ക്വിസ് ഇത്തവണത്തേതാണ്. മാത്രമല്ല പുതിയ ചില സംരംഭങ്ങളും കൂടെയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും ഈ ലോഗോസ് ക്വിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ. സംവിധാനം ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നവർക്കും ആശംസകളും. ബൈബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന്, ബൈബിളായിട്ട് പരിചയപ്പെടുന്നതിന് താല്പര്യം സൃഷ്ടിക്കുക മാത്രമല്ല, വാക്യങ്ങൾ പഠിച്ച് ഫലമായിട്ട് ധ്യാനിച്ച് അതിന്റെ ആശയത്തിലൂടെ കടന്നു വരുന്നതിനും സഹായമായി തീരും ലോഗോസ് ക്വിസ് പോലുള്ള പരിപാടികൾ. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ലോഗോസ് ക്വിസ് 2016ന്റെ പ്രതിഭാ മത്സരത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വചനാടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന സംരംഭങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ 1ാം സ്ഥാനം നേടി പ്രചാരം നേടിയ ലോഗോസ് ക്വിസിൽ 36 രൂപതകളിൽ നിന്നുമായി ഈ വർഷം പങ്കെടുക്കുന്നത് 5,70,000 പേർ. അവരിൽ നിന്നും വ്യത്യസ്തങ്ങളായ ABCDEF പ്രായവിഭാഗങ്ങളിൽ ഇടവക തലത്തിൽ, രൂപതാതലത്തിൽ, റീജിയനുകളിൽ നടന്ന പരീക്ഷകൾക്ക് ശേഷം സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ 10 പേരിൽ നിന്നും 1ാം സ്ഥാനം നേടി ഇപ്പോൾ പ്രതിഭാ മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത് 6 പേരാണ്. ആ 6 പേരെയും നമുക്ക് ഒന്നൊന്നായി പരിചയപ്പെടാം. പ്രായവിഭാഗത്തിൽ എ ഗ്രൂപ്പിൽ നടന്ന പരീക്ഷയിൽ 1ാം സ്ഥാനം നേടി ഇന്ന് പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നു തൃശൂർ രൂപതയുടെ അലീന സോജൻ. എന്റെ പേര് അലീന സോജൻ. ഞാൻ തൃശൂർ അതിരൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2ാം പ്രാവശ്യമാണ് ഇവിടേക്ക് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ വരുന്നത്. ഗ്രാൻഡ് ഫിനാലയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പെരിഞ്ചേരിയാണ് എന്റെ ഇടവക. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എറണാകുളം അങ്കമാലി രൂപതയുടെ ആൻഡ്രു ആണ് ബി വിഭാഗത്തിൽ നിന്നും 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. വേദിയിലേക്ക് എത്തുന്നു ആൻഡ്രു. എന്റെ പേര് ആൻഡ്രു. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും വരുന്നു. സെന്റ് മേരീസ് ഇടവക മേക്കാട്. ഇതെന്റെ 5ാം വർഷത്തെ ലോഗോസ് ക്വിസ് ആണ്. ഞാൻ ബി ഗ്രൂപ്പിൽ ഫസ്റ്റ് റാങ്ക് ആണ്. ഞാനിപ്പോൾ ഗ്രാൻഡ് ഫിനാലിൽ മത്സരിക്കാൻ പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു സിസ്റ്റർ കൃപ മരിയ, കോതമംഗലം രൂപത. ഞാൻ സിസ്റ്റർ കൃപ മരിയ, സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ, കോതമംഗലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ലോഗോസ് ക്വിസ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നത്. ദൈവവചനം പഠിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഞാൻ പരിശ്രമിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാലാ രൂപതയുടെ ബീന ജേക്കബാണ് ഡി പ്രായവിഭാഗത്തിലെ 1ാം സ്ഥാനക്കേരി. ബീന ജേക്കബ്. എന്റെ പേര് ബീന ജേക്കബ്. ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു. ഇടവക കുന്നോന്നി. ഞാൻ 6ാം പ്രാവശ്യമാണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഗ്രാൻഡ് ഫിനാലിൽ എത്തുന്നത് 2ാം പ്രാവശ്യമാണ്. ദൈവവചനം പഠിക്കാനും അത് കൂടുതൽ ആഴത്തിൽ അറിയുവാനുമുള്ള ഒരു വേദിയായി ഇതിനെ ഞാൻ കാണുന്നു. ഞാൻ പങ്കെടുക്കാനെത്തിയതിന് ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ലൈല ജോൺ, പാലക്കാട് രൂപത. എന്റെ പേര് ലൈല ജോൺ, പാലക്കാട് രൂപതയിൽ നിന്ന് വരുന്നു. കല്ലേപ്പള്ളി സെന്റ് മേരീസ് പള്ളിയാണ് എന്റെ ഇടവക. ലോഗോസ് ക്വിസിൽ ഞാൻ 4 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ ഇതാദ്യം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏറ്റവും മുതിർന്നവർക്ക് വേണ്ടിയുള്ള എഫ് ഗ്രൂപ്പിൽ 1ാം സ്ഥാനം നേടി ഇന്ന് വേദിയിൽ എത്തുന്നത് ഏലിക്കുട്ടി തോമസ്. എന്റെ പേര് ഏലിക്കുട്ടി തോമസ്. ഞാൻ കോതമംഗലം രൂപതയിലെ പന്നിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുന്നത്. ഇത്രയും തവണ ഇവിടെ വന്ന് പരീക്ഷ എഴുതാനും എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ ഇവിടെ ആരംഭിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്ററെ വേദിയിലേക്ക് ആനയിക്കാം. മറ്റാരുമല്ല, അത് റവറൻ ഡോക്ടർ ജോസഫ് പാംപ്ലാനി. നമുക്ക് നല്ല കയ്യടിയോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കാം. CGCIയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയാണ് ഡോക്ടർ ജോസഫ് പാംപ്ലാനി. അതോടൊപ്പം സീറോ മലബാർ സഭയുടെ ഡോക്ടറിനൽ കമ്മീഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമാണ് അദ്ദേഹം. SABCയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറി കൂടിയായ അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും നിരവധി സെമിനാറുകളിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലോഗോസ് ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ സ്വാഗതം. നമ്മുടെ ലോഗോസ് ക്വിസ് ഗ്രാൻഡ് ഫിനാലയിലെ വിവിധ റൗണ്ടുകൾ എപ്രകാരമാണ് എന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നതാണ്. അതേ തുടർന്ന് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഈ പ്രതിഭാ മത്സരത്തിൽ നമ്മൾ നേരിടുന്ന ആദ്യ റൗണ്ട് ആൽഫ റൗണ്ടാണ്. ഈ റൗണ്ടിൽ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഉത്തരം അറിയില്ല എങ്കിൽ അടുത്ത ആളിലേക്ക് ചോദ്യം പാസ് ചെയ്യാവുന്നതാണ്. പാസ് ചെയ്ത് കിട്ടുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്ക് 7 മാർക്കായിരിക്കും ലഭിക്കുക. അങ്ങനെയാണ് ആൽഫ റൗണ്ട് പോകുന്നത്. അപ്പോൾ പ്രിയ മത്സരാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും ആൽഫ റൗണ്ടിലേക്ക് സ്വാഗതം. ആൽഫ റൗണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ലോഗോസ് ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലയില് ആദ്യത്തെ ചോദ്യം ചോദിക്കപ്പെടുന്നത് അലീന സോജനോട്. അലീനയ്ക്ക് ചോദ്യത്തെക്കുറിച്ച് ആകാംക്ഷയുണ്ടോ? ചെറിയൊരു ടെൻഷനുണ്ടോ അലീനയ്ക്ക്? അലീനയുടെ പ്രായം പരിഗണിച്ച്, അലീന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീനയോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. വായിച്ചൊരുങ്ങിയതല്ലേ? യെസ്. അലീന, ആദ്യത്തെ ചോദ്യം ഇതാണ്. അതിന് 2 ഉത്തരങ്ങളുണ്ട്. 2 ഉത്തരമുള്ള ഒരു ചോദ്യമാണ്. ദാരിദ്ര്യത്തിന്റെയും സമ്പത്തിന്റെയും കാരണമെന്ന്. ദാരിദ്ര്യത്തിനൊരു കാരണമുണ്ട്, സമ്പത്തിനൊരു കാരണമുണ്ട്. ധനമുണ്ടെങ്കിൽ ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യം ലഭിക്കും. ദാരിദ്ര്യം ആണെങ്കിൽ മോചനദ്രവ്യം നമുക്ക് ലഭിക്കുകയില്ല. അലീന പറഞ്ഞ ഉത്തരം ആദ്യമായതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു. അത് ശരിയായില്ല, അല്ലേ? അതുകൊണ്ട് അടുത്തയാൾ ആൻഡുവിലേക്ക് ചോദ്യം പാസ് ചെയ്യുന്നു. ആനിന്റെ അവസരം അവസാനിച്ചിരിക്കുന്നു. അടുത്തത് ബീന ജേക്കബ്. അലസതയും കർത്താവിന്റെ അനുഗ്രഹവും. അലസത ദാരിദ്ര്യത്തിന്റെ കാരണമാണ് എന്ന ഉത്തരം ശരിയാണ്. പക്ഷേ സമ്പത്തിന്റെ കാരണം അതല്ല. ബീന ജേക്കബ് അതുകൊണ്ട് തന്നെ 2.5 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം സമ്പത്തിന്റെ കാരണം, സമ്പത്തിന് കാരണമാകുന്നത് എന്ത് എന്നതിന്റെ ഉത്തരം പറഞ്ഞാൽ സിസ്റ്റർ കൃപാ മരിയായിക്ക് വീണ്ടും 2.5 മാർക്ക് കരസ്ഥമാക്കാം. ചോദ്യം ലൈല ജോണിലേക്ക് പാസ് ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. സ്ഥിരോത്സാഹമാണ് സമ്പത്തിന്റെ കാരണമായി പറയുന്നത്. ലൈല ജോൺ 2.5 മാർക്ക് കരസ്ഥമാക്കി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ആൻഡു ആണ്. ഇതും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ചോദ്യം. അലസനെ നിയോഗിക്കുന്നവൻ അനുഭവിക്കേണ്ടി വരുന്ന അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്ന 2 പ്രതീകാത്മക ഉപമകൾ. അലസനെ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കാൻ 2 ഉപമകൾ സുഭാഷിത ഗ്രന്ഥകാരൻ പറയുന്നു. ഏതൊക്കെയായിരിക്കും? കണ്ണിന് പുകയും പല്ലിന് വിനാഗിരിയും. ശരിയുത്തരമാണ് ആനാൻഡു പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് പുകയും പല്ലിന് വിനാഗിരിയും എന്നതുപോലെയാണ് അലസനെ നിയോഗിക്കുന്നവന് സംഭവിക്കുന്ന അപകടം. ഗുഡ്.
അഭിനന്ദനങ്ങൾ. ബീന ജേക്കബ്, ചോദ്യം: കർത്താവിനെ വെറുപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ ആത്മീയ കർമ്മങ്ങൾ ഏവ? കർത്താവിനെ വെറുപ്പിക്കുന്നതെന്ത്, സന്തോഷിപ്പിക്കുന്നത്? ദുഷ്ടരുടെ ബലി, സത്യസന്ധരുടെ പ്രാർത്ഥന. ശരി ഉത്തരമാണ് ബീന ജേക്കബ് പറഞ്ഞത്. ദുഷ്ടന്റെ ബലി കർത്താവ് വെറുക്കുന്നു, അതേസമയം സത്യസന്ധന്റെ പ്രാർത്ഥനയെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. അടുത്ത ചോദ്യം സിസ്റ്റർ കൃപ മരിയായോടാണ്. വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നാണ് ചോദ്യം. എഫേസു സഭയുടെ കഴിവ് ഏതൊക്കെ? തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. ശരി ഉത്തരമാണ് കൃപാ മരിയ പറഞ്ഞിരിക്കുന്നത്. ഫുൾ മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ റൗണ്ടിലെ 15 മാർക്കും കൃപാ മരിയയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ലൈല ജോണിനോടാണ് ചോദ്യം. ലൈല ജോൺ ഇതിനോടകം തന്നെ മാർക്ക് കരസ്ഥമാക്കിയ ഒരാളാണ്. സ്മിർനായിലെ സഭയെ കാത്തിരിക്കുന്ന ദുരിതങ്ങൾ ഏതൊക്കെയാണ് ലൈല ജോൺ? നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ദുരിതങ്ങൾ: നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. യെസ്, അതൊരു ദുരിതം. മറ്റൊന്ന് പറഞ്ഞിരുന്നു. ആവശ്യമില്ലാത്തൊരു ഉത്തരം പറഞ്ഞു എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. രണ്ടാമത്തെ ദുരിതം എന്തായിരിക്കും? നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും അറിയാം. അത് ഞെരുക്കും ദാരിദ്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്ര നാളത്തേക്ക്? 10 ദിവസത്തേക്ക്. ശരി, അത് രണ്ടും നേരത്തെ പറഞ്ഞ ഉത്തരമായതുകൊണ്ടാണ് ഈ അവസരം തന്നത്. ആവശ്യമില്ലാത്തൊരു ഉത്തരം പറഞ്ഞു എന്നുള്ള ദോഷം ആദ്യ റൗണ്ടിൽ ക്ഷമിച്ചിരിക്കുന്നു. 15 മാർക്ക് കരസ്ഥമാക്കി. തീർച്ചയായും വിശുദ്ധ ബൈബിളിനോട് പ്രായത്തിനതീതമായി കാണിക്കുന്ന ഈ പ്രിയത്തിനെ ഓർത്ത് കേരള സഭയുടെ മുഴുവനും അഭിനന്ദനം അറിയിക്കുകയാണ്. ഏലിക്കുട്ടി ചേച്ചിയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. യോഹന്നാൻ 13:3 യേശു അറിഞ്ഞത് എന്തൊക്കെ? ദൈവത്തിൽ നിന്ന് വരുന്നെന്നും സകലതും തന്റെ കരങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ പിതാവിൽ നിന്ന് വരികയും പിതാവിലേക്ക് പോവുകയും ചെയ്യുന്നെന്നും അറിഞ്ഞിരുന്നു. ഏലിക്കുട്ടി തോമസ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയിരിക്കുന്നു. ഒന്നാമത്തെ റൗണ്ട് പൂർണ്ണമാവുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകും. പ്രതിഭാ മത്സരത്തിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് ബീറ്റ റൗണ്ട്. ഈ റൗണ്ടിലെ ഓരോ ചോദ്യത്തിന് നിങ്ങൾക്ക് 10 മാർക്ക് വീതമായിരിക്കും ലഭിക്കുക. ഇത് ഈ ചോദ്യത്തിന് ഉത്തരം പാസ് ചെയ്യപ്പെടുന്നതല്ല. ഇനി നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റിപ്പോയാൽ ക്വിസ് മാസ്റ്ററുടെ ഉദാരത കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഉത്തരം പറയുവാനുള്ള അവസരം ലഭിക്കും. അതായത് രണ്ടാമത് ഉത്തരം ശരിയാക്കി പറയുവാനുള്ള അവസരം ഓരോരുത്തർക്കും ലഭിക്കും. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കായിരിക്കും ലഭിക്കുക. ആദ്യത്തെ അറ്റംപ്റ്റിന് 10 മാർക്ക് ലഭിക്കും. തെറ്റിപ്പോയാൽ വീണ്ടും ഉത്തരം പറയുക. അങ്ങനെയാണെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ബീറ്റ റൗണ്ടിലേക്ക് സ്വാഗതം. ബീറ്റ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം മൂപ്പ് മുറ അനുസരിച്ച് ഏലിക്കുട്ടി ചേച്ചിയോടാണ് ചോദിക്കാൻ പോകുന്നത്. ഏലിക്കുട്ടി തോമസ്, വിദ്വേഷവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വിദ്വേഷം കലഹം ഇളക്കി വിടുന്നു, സ്നേഹവും എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. ശരി ഉത്തരമാണ്. നേരത്തെ ഇതെല്ലാം മൈക്ക് പിടിക്കുന്നത്. 10 മാർക്ക് അപ്പോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം ലൈല ജോണിനോടാണ്. കണ്ണിറുക്കുന്നതും ചുണ്ട് കടിക്കുന്നതും എന്തിന്റെ ലക്ഷണമാണ്? കണ്ണിറുക്കുന്നവൻ ദുരാലോചന നടത്തുന്നു, ചുണ്ട് കടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു. ഇതൊക്കെ ശരിയാണോ? അതെ. സുഭാഷിത ഗ്രന്ഥകാരൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കണ്ണിറുക്കി കാണിച്ച തിന്മ കാണിക്കാനാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ സുഭാഷിത ഗ്രന്ഥം അനുസരിച്ച്
ലൈല ജോണിന്റെ ഉത്തരം ശരിയായതുകൊണ്ട് ക്വിസ് മാസ്റ്റർ പൂർണ്ണ മാർക്ക് കൊടുക്കുന്നു. 10 മാർക്ക് ലൈല ജോണിന് ലഭിക്കും. ഓക്കെ, സിസ്റ്റർ കൃപാമരിയ തിരുഹൃദയ സന്യാസിനി സമൂഹാംഗമാണ് അല്ലേ? ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 6 കൊല്ലം. നിത്യവ്രതത്തിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് സിസ്റ്റർ കൃപാമരിയ ഇതാ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. യോഹന്നാൻ 15:27 ശിഷ്യരുടെ സാക്ഷ്യത്തിന് അടിസ്ഥാനമായി ഈശോ പറയുന്ന കാരണം എന്താണ്? ആരംഭം മുതൽ എന്നോട് കൂടി ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ആരംഭം മുതല് നിങ്ങൾ എന്നോടുകൂടി ഉള്ളവരായതിനാൽ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. ശരി ഉത്തരമാണത്. കൃപാമരിയായും 10 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. പാലാ രൂപതാംഗമായ ബീന ജേക്കബ് ഹോഷന്റെ സംസാരത്തെ സുഭാഷിത ഗ്രന്ഥകാരൻ എന്തിനോട് ഉപമിക്കുന്നു? എന്റെ മുതുകത്ത് വീഴുന്ന വടിയാണ്. ഓ, അതും പറഞ്ഞു. മുതുകത്ത് വീഴുന്ന അടിയോടാണ് ഹോഷന്റെ സംസാരത്തെ ഉപമിച്ചിരിക്കുന്നത്. ബീന ജേക്കബ് 10 മാർക്കും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. എറണാകുളം അങ്കമാലി രൂപതയിൽ നിന്നുള്ള ആൻ ആൻഡ്രൂവിനോട് ചോദിക്കുന്ന ചോദ്യം, സംഖ്യ 14:4 ജനം പരസ്പരം പറയുന്നത് എന്ത്? നമുക്കൊരു തലവനെയെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. നമുക്കൊരു തലവനെയെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം. ശരിയാണോ? ഉറപ്പാ? ശരി ഉത്തരമാണ്. ആൻ ആൻഡ്രൂ 10 മാർക്ക് വീണ്ടും കരസ്ഥമാക്കിയിരിക്കുന്നു. അലീന സോജൻ സൽമായിയുടെ പൂർവ്വ പിതാവ് ആര്? അറിയത്തില്ല. സാരമില്ല, ഇനിയും അടുത്ത റൗണ്ടുകളിൽ നല്ല ചോദ്യങ്ങള് അലീനയെ കാത്തിരിക്കുന്നു. സൽമായിയുടെ പൂർവ്വപിതാവ് അനാക്ക് അല്ലേ? അനാക്കിന്റെ വംശത്തിലാണ് അത് പെടുന്നത്. അതുകൊണ്ട് സൽമായിയുടെ പൂർവ്വപിതാവ് ആരാണ്? അനാക്ക്. അപ്പോൾ ബീറ്റ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങള്. മാർക്ക് കുറഞ്ഞുപോയി എന്ന് വിഷമമുള്ളവർക്കെല്ലാം അടുത്ത റൗണ്ടിൽ ശുഭപ്രതീക്ഷ ആശംസിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോഗോസ് പ്രതിഭാ മത്സരത്തിന്റെ 2 റൗണ്ടുകൾക്ക് ശേഷം നമ്മുടെ മത്സരാർത്ഥികളുടെ സ്കോർ നില ഇപ്രകാരമാണ്. അലീന സോജൻ ഇനിയും സ്കോർ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. ആൻ ആൻഡ്രൂ 25 പോയിന്റ്സ്, ബീന ജേക്കബ് 27.5 പോയിന്റ്സ്, സിസ്റ്റർ കൃപ മരിയ 25 പോയിന്റ്സ്, ലൈല ജോൺ 27.5 points and Elikuti Thomas 25 points. മൂന്നാമത്തെ റൗണ്ടിന്റെ പേരാണ് ഗാമ റൗണ്ട്. ഈ ഗാമ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 1ൽ കൂടുതൽ ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് അല്പം കൂടുതൽ സ്കോർ ഉണ്ട്. ഒരു ചോദ്യത്തിന് 20 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. മൾട്ടിപ്പിൾ ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. 1ൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ചോദ്യങ്ങളെല്ലാം വ്യക്തമായും കൃത്യമായും പറയുക. 20 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഈ റൗണ്ടിലും ചോദ്യങ്ങൾ പാസ് ചെയ്യപ്പെടുന്നതല്ല. ഓരോരുത്തരോടും ഓരോ ചോദ്യം വീതം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഗാമ റൗണ്ട്. ഗാമ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യത്തിന് 1ലധികം ഉത്തരങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എല്ലാ ഉത്തരങ്ങളും പറയുന്നവർക്കാണ് 20 മാർക്ക് കിട്ടുക. ഉത്തരം കുറഞ്ഞു പോയാൽ മൈനസ് മാർക്ക് ഇല്ല. ചോദ്യം ആരംഭിക്കുന്നത് ലൈല ജോണിൽ നിന്നാണ്. ലൈല ജോണിൽ നിന്ന് ചോദ്യം ആരംഭിക്കുന്നു. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ 3 ആമേൻ ആമേൻ അഥവാ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്. ഏതൊക്കെ? യോഹന്നാൻ 13:16 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്ത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. രണ്ടാമത്തേത് യോഹന്നാൻ 13:20 സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. യോഹന്നാൻ 13:38 സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു,
നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് 3 പ്രാവശ്യം തള്ളി പറയുന്നത് വരെ കോഴി കൂവുകയില്ല. ശരി ഉത്തരമാണ്. ലൈല ജോണിന് 20 മാർക്കും ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനം. വെളിപാട് പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ തന്നെ വിശേഷിപ്പിക്കുന്നത് 1:9 എപ്രകാരം? നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായി. ഗ്രേറ്റ്. സിസ്റ്റർ കൃപ മരിയ വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നു. 20 മാർക്ക് സിസ്റ്റർ കൃപ മരിയായി. വീണ്ടും ബീന ജേക്കബ്. സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളാണ്. 2 ഉപമകളാണ് പറയേണ്ടത്. 1 വീണ്ടു വിചാരമില്ലാത്ത വാക്ക്, 2 ഹൃദ്യമായ വാക്ക്. ഇവയെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? വീണ്ടു വിചാരമില്ലാത്ത വാക്ക് തുളച്ചു കയറുന്ന വാള് പോലെയാണ്. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. തേനറ പോലെ? ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് എന്ന് പറയും. യെസ്, ശരി ഉത്തരമാണ് ബീന ജേക്കബിന്റേത്. ബീന ജേക്കബ് വീണ്ടും 20 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ആൻ ആൻഡുവിന്റെ അവകാശമാണ്, അല്ലേ? ആൻ ആൻഡു തീർച്ചയായും 20 മാർക്ക് മേടിക്കാൻ പോവുകയാണ്. വളരെ ലളിതമായൊരു ചോദ്യം. സംഖ്യ 11:1 ഇസ്രായേൽ ജനം എവിടെ? തുടർന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങൾ. കിബ്രോത്ത് ഹത്താവയിൽ നിന്നും ഹസോറത്തിൽ ചെന്ന് താമസിച്ചു. അതിനുശേഷം ഹസേറോത്തിൽ നിന്നും പാരാൻ മരുഭൂമിയിൽ ചെന്ന് പാളയമടിച്ചു. ഹസോറത്തിൽ നിന്ന് പാരാൻ മരുഭൂമിയിൽ ചെന്ന് പാളയമടിച്ചു. യെസ്. 4-ൽ 3 ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4-ൽ 3 ഉത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളതിനാല് ആനാൻഡു 15 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. സംഖ്യ 11:1 ഇസ്രായേൽ ജനം എവിടെയാണ്? തബേരായിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം അലീന സോജനോടാണ്. തീർച്ചയായും ഈ ചോദ്യത്തിന് അലീന 20 മാർക്കും കരസ്ഥമാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അലീന, യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 സങ്കല്പങ്ങളാണ് യഹൂദരോടുള്ള ഭയം. യഹൂദരെ ഭയന്ന് ചില ശിഷ്യന്മാര് പരസ്യമായി ഈശോയുടെ ശിഷ്യന്മാരാന്നോട്ട് പറയൂല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, അല്ലേ? 7-ാം അധ്യായത്തിൽ നിക്കോദേമോസ് ഇപ്രകാരം, 3-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിലും നിക്കോദേമോസ് ഇങ്ങനെ യഹൂദരെ ഭയന്ന് ഈശോയുടെ അടുക്കൽ വരുന്നതും ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. അതേസമയം 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും യഹൂദരെ ഭയന്ന് കഴിയുന്ന നിക്കോദേമോസിനോടൊപ്പം യഹൂദരെ ഭയന്ന് കഴിയുന്ന മറ്റൊരു ശിഷ്യന്റെ പേര് പറയുന്നു. ആരായിരിക്കും ആ ശിഷ്യൻ? അരിമത്യാക്കാരൻ ജോസഫ്. അരിമത്യാക്കാരൻ ജോസഫ്. ഇനി 20-ാം അധ്യായത്തിൽ യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ എന്തു ചെയ്യുന്നു? 20-ാം അധ്യായത്തിലെ ശിഷ്യന്മാർ ആഴ്ചയുടെ ആദ്യ ദിവസം യഹൂദരെ ഭയന്ന് അവർ കഥ കടച്ചിരുന്നു. ഗ്രേറ്റ്. അലീന സോജൻ, ആഴ്ചയുടെ ആദ്യ ദിവസം യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കഥ കടച്ചിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോഴ് അലീന സോജൻ 20 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. അലീന സോജൻ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു, അല്ലേ? ശ്വാസം നേരെ വിട്ടതിനെ. ഗുഡ്, ഗ്രേറ്റ്. ഏലിക്കുട്ടി തോമസ് ആണ്. മനുഷ്യപുത്രന്റെ ദർശനത്തിൽ ദൃശ്യമായ രൂപത്തിന്റെ 5 സവിശേഷതകൾ പറയുക. പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, ശിരസും മുടിയും വെൺമഞ്ഞ് പോലെയും വെൺതമ്പിളി പോലെയും ധവളം, പാദങ്ങൾ ചൂളയിൽ വീഴ്ച പിച്ചള പോലെ, നയനങ്ങൾ തീജ്വാല പോലെ. 5 എണ്ണവും പറഞ്ഞിരിക്കുന്നു. 5-ൽ കൂടുതൽ ഏലിക്കുട്ടി തോമസിന് അറിയാം എന്ന് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ റൗണ്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞ റൗണ്ടാണ്. KCBC ബൈബിൾ കമ്മീഷന്റെ കീഴിലുള്ള കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റി ഒരുക്കുന്ന ഏറ്റവും വലിയ വചന മഹോത്സവമാണ് ലോഗോസ് ക്വിസ്.
36 രൂപതകളിൽ നിന്നായി ഈ വർഷം 5,70,000 പേരാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ ആദ്യതല പരീക്ഷകൾ നടന്നു. ഈ വർഷം ആദ്യമായി ലോഗോസ് ഫാമിലിയ ക്വിസും ആരംഭിക്കുകയുണ്ടായി. കേരളത്തിൽ ആരംഭിച്ച ഈ ലോഗോസ് ക്വിസ് എന്ന മഹോത്സവം ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഏറ്റവും സന്തോഷജനകമാണ്. വചനം പഠിക്കുവാനും വചനം ജീവിതത്തിന്റെ അടിത്തറയാക്കി മാറ്റുവാനും ഈ ലോഗോസ് ക്വിസ് സഹായിക്കും എന്നതാണ് ബൈബിൾ കമ്മീഷന്റെ പ്രതീക്ഷ. ഏവർക്കും ബൈബിൾ കമ്മീഷന്റെ ആശംസകൾ. ഒരു വിശുദ്ധന്റെ നിർവചനം എന്താണ്? യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിന്റെ വചനം പാലിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവൻ പിതാവും സ്നേഹിക്കുകയും പിതാവും യേശുവും അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ആയുസ് വർദ്ധിപ്പിക്കാനുള്ള മാർഗം ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു. നരച്ച മുടി ഉണ്ടാകുന്നതിന് കാരണം സുഹൃത്തുക്കളുടെ ജീവിതം കൊണ്ട്